അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ പാറമക്ക് വന്നിട്ടാണ് കേട്ടോ. ഇന്ന് അടിപൊളി സ്ഥലങ്ങളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വരവിന് ഷിജിനേറ്റ് വരാം കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഒരു നാടൻ ഫാമിലി ഷിജിയാണ് കേട്ടോ. ഷിജിനെ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താ വെച്ചാൽ നമ്മളെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള പാറമ്മക്ക് പോവാട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ പോണ പോക്കിലാണ് നമ്മുടെ ഷിജിൻ്റെ വീട് കേട്ടോ. സന്തോഷേട്ടൻ്റെ ഷിജിൻ്റെ ഒക്കെ വീടില്ല, അമ്മയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അവരെ വീട്, കണ്ടില്ലേ. ആ വീടിന് അടുത്ത് കൂടെ അല്ല റോട്ട് കൂടെ കേട്ടോ ഞങ്ങൾ ആ പാറമ്മക്ക് പോവുക. അപ്പോൾ ഏതായാലും വെറുതെ ഒന്നും മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മക്കൾക്ക് അതൊരു ഇഷ്ടമാവും ചെയ്യും, എനിക്കതൊരു വീഡിയോ ആവും ചെയ്യും. അതിന് മാത്രമല്ല നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് എല്ലാവരും വരും കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ വണ്ടി പറ്റി. പിന്നെ ഈ പാറ ഞാൻ നിൽക്കണ ഈ പാറിൻ്റെ ഒരു അരുവിൽ സ്കൂട്ടി നിർത്തിയിട്ട് ഞങ്ങൾ നടന്ന് പോകാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുന്നിൽ നടന്നപ്പോൾ ഐസു ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു അരിച്ചാലിൽ കുറച്ച് വെള്ളം പോകുന്നുണ്ട്. ആ വെള്ളത്തിൽ കാലുക്കിയപ്പോൾ ഓളെ ചെരുപ്പ് നനഞ്ഞു. അപ്പം അമ്മച്ചി എന്നെ എടുക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാട്ടോ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഓക്ക് എടുക്കണതേ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ആ ഒരു കാല് നനഞ്ഞ കാരണം കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതാക്കണം ഫസ്റ്റത്തെ പാറ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാറൻ്റെ അവിടേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ. ഒരുപാട് ആൾക്കാർ വരലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ കുട്ടികൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് കാണാനൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കാറ്റാണ് കേട്ടോ. ഒരു 5 മണി കഴിഞ്ഞാൽ നല്ലൊരു സുഖമാട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ അവിടെ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്താണ് ലൈവ് ഇടാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു മട്ടാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ ആകുമ്പോൾ പൈസ ഇതൊന്നും കൊടുക്കണ്ടേ, നമ്മളെ സ്ഥലം തന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ളതും. അവർ നമ്മളാട്ടും ചീത്താനൊന്നും ഇല്ലല്ലോ, പേടിക്കാനൊന്നും ഇല്ലല്ലോ. അത് കാരണം ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് വരും കേട്ടോ. ഞങ്ങൾക്കതൊരു ഇഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡും കൂടെ വരും കേട്ടോ. അതൊരു രസമാണല്ലോ അല്ലേ. ഇപ്പോൾ 2 വട്ടം പോയപ്പോൾ ഹസ്ബൻഡ് ഇല്ലായിരുന്നു കേട്ടോ. ഞാനും കുട്ടികളും മാത്രമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയന്മാർ വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കയറി എത്താത്തുണ്ടാവും. അവിടെ എത്താത്തായിട്ട് കയറി ചായയൊക്കെ കുടിച്ച് പോരണ്ടായിരുന്നില്ലേ. അപ്പോൾ നേരെ വൈകണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കയറാൻ നേരെ പാറമക്ക് പോന്നു. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ പാറമക്ക് വന്നിട്ടാണ് കേട്ടോ. ഇന്ന് വെറും കൈ കൊണ്ടല്ല, കുറച്ച് ബ്രെഡും ചായയും ചോറൊക്കെ ആയിട്ട് കേട്ടോ ഇന്ന് വന്നിരിക്കണത്. ഇവിടേക്ക് ഒരു വട്ടം വന്നാൽ പിന്നെയും വരാൻ തോന്നും. പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമായതുകൊണ്ട് പിന്നെ നമുക്ക് വീണ്ടും വരാൻ തോന്നും. പോന്നപ്പോൾ ഞാൻ ഷിജിനെ കണ്ടു. അയ്യോ കുറച്ച് മുമ്പ് എന്നോട് പറയണേ ഞാനും പോന്നീനല്ലോ കേരളേ പറഞ്ഞു. ഞാൻ അപ്പോൾ അടുത്ത പോരലിന് ഷിജി ഉണ്ടാവും കേട്ടോ. എൻ്റെ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓളെന്തായാലും പോരെന്ന് പറയുന്നുണ്ട്. അടക്കം വരും. അപ്പോൾ അത് നല്ല രസമുണ്ടോ. പിന്നെ കാണിച്ചു തരല്ല, അടിപൊളി സ്ഥലങ്ങളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വരവിന് ഷിജിനേറ്റ് വരാം കേട്ടോ. ഇനി ബാക്കിയുള്ള കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിക്കാം. ഐസോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ? ഐസു ഫൈഡർമാനാണ് കേട്ടോ. ഞാൻ ഈ ചെരുപ്പ് പോരട്ടെ. ഈ ചെരുപ്പ് കണ്ടാൽ എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കും ജാണുങ്ങളെ ചെരുപ്പാണോ? ഐസ്ക്രീമോ? എന്തിനാ ഐസ്ക്രീം? ഇങ്ങോട്ട് നോക്കിക്കാം. എന്തിനാ ഐസ്ക്രീം? അതൊന്നും തിന്നല്ല, എനിക്ക് വേറെ സാധനം കാക്കൂട. മുട്ടയൊക്കെ പിന്നെ തിന്നാ ലാസ്റ്റ്. ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ട് വിളി. ഞാൻ കാച്ചേറ്റോ ഊഞ്ഞാലേ. ഊഞ്ഞാല അറിയണത് ഉതിരിനീനാണ് മോനെ ഊഞ്ഞാലാണ് അറിയണത്. ഓളെ കണക്കൊക്കെ ഊഞ്ഞാലയാണ്. ഇന്ന് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. ഇത്താത്താനടുത്ത് കയറിയിട്ടില്ല. അവിടെ കയറാൻ നിന്നാൽ പിന്നെ എന്തായാലും ചായ പിടിച്ചാൽ പോരാൻ പറ്റൂലല്ലോ. അപ്പോൾ നേരെ പാറമക്കൾ പോന്നിട്ടാണ്. അവിടെ ഞങ്ങൾ രസമുണ്ടോ? ബീഫ് ബിരിയാണി. ഞങ്ങളെ കാത്തിടണേ കാരുണ്യക്കടലായ നാഥനല്ലാഹു, ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരി
കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.